അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ പറയാറുണ്ട്, മനസ്സിന് സമാധാനമില്ല, വീട്ടിൽ പോയാൽ സമാധാനമില്ല, പുറത്തിറങ്ങിയാൽ സമാധാനമില്ല, ജോലിക്ക് പോയാൽ സമാധാനമില്ല, ഉറക്കം വരുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള സമാധാനക്കേടാണ് ഇന്ന് പലർക്കും ഉള്ളത്. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ, നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പണമുണ്ട്, കടങ്ങളില്ല, നല്ല ജോലിയുണ്ട്, എന്താണെന്നറിയില്ല, എന്നാലും മനസ്സിനൊരു സമാധാനമില്ല എന്ന്. ചില ആളുകൾ പറയുന്നത്, വീട്ടിൽ വന്നാൽ ഒരു സമാധാനവുമില്ല, പുറത്തു പോയാൽ നല്ല സമാധാനമാണ്. ചില ആളുകൾ അതിൻ്റെ വിപരീതമായി പറയും, പുറത്തു പോയാൽ ഒരു സമാധാനമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ നല്ല സമാധാനമാണ്. ഇങ്ങനെ പല രീതിയിൽ സമാധാനക്കേട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതിൽ കൂടുതൽ ആളുകളും പറയൽ, പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പൈസ ഉണ്ട് ഇഷ്ടം പോലെ, നല്ല ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും മനസ്സിന് സമാധാനമില്ല. ഈ സമാധാനം എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടൂല. പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്നതല്ല സമാധാനം എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്, നമ്മുടെ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും കിട്ടേണ്ടതും നമ്മൾ അനുഭവിക്കേണ്ടതും അറിയേണ്ടതുമാണ് മനസ്സമാധാനം. അതിന് സന്തുഷ്ട കുടുംബം വേണം, പ്രശ്നങ്ങളില്ലാത്ത, അസൂയകളും കിബറുകളും അഹങ്കാരവും ഇല്ലാത്ത, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു ജീവിതം ജീവിക്കുന്നവർക്കാണ് മനസ്സമാധാനം ഉണ്ടാവുക. പൈസ ഉള്ളത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ല, കുടുംബത്തിൽ കുറേ ആളുകളുള്ളത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകില്ല, കുറേ നല്ല വീടുകളും വാഹനങ്ങളും ഉള്ളത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകില്ല, ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകില്ല. മനസ്സമാധാനം അത് മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ മനസ്സമാധാനം ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. മനസ്സമാധാനത്തിന് നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു ദിക്റാണ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന അഫ്ളൽ ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ നമുക്ക് അനുസരിക്കാൻ, നമുക്ക് ആരാധിക്കാൻ നമ്മുടെ ഇലാഹായ മറ്റൊരാളും ഇല്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, പൂർണ്ണ തഖ്വയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കൊരു ദിവസം എത്ര ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ലിയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. മാത്രമല്ല, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് സാധിക്കും. അതുപോലെ മറ്റൊന്ന്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയവൻ അള്ളാഹു മാത്രമാണ്, ആ അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ദിക്ർ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു ദിവസത്തിൽ നമുക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റും? 1000 തവണ, 2000 തവണ, 3000 തവണ, ഒന്നുമല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 313 തവണയെങ്കിലും രണ്ടും നമ്മൾ സുബ്ഹിൻ്റെ ശേഷവും മഗ്രിബിൻ്റെ ശേഷവും ചൊല്ലി ആവർത്തിച്ച് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക്, നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും നല്ല മനസ്സമാധാനം കിട്ടും. മനസ്സമാധാനത്തിന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന 2 ദിക്റുകളാണത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ഒരു ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരിക. നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചൊല്ലാൻ പറ്റും, വാഹനത്തിൽ പോകുമ്പോൾ ചൊല്ലാൻ പറ്റും, സ്വന്തമായി വാഹനം ഓടിച്ച് പോകുമ്പോൾ ചൊല്ലാൻ പറ്റും, വീട്ടിലെന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഓതാൻ പറ്റും. അങ്ങനെ എല്ലാ സമയത്തും നമ്മുടെ കൈകാലുകൾക്ക് മുടക്കില്ലാത്ത, നമ്മുടെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും മാത്രം ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റുകളാണത്. അത് നിങ്ങൾ പതിവാക്കുക, സമാധാനം കിട്ടും ഇൻഷാ അല്ലാഹ്.
അള്ളാഹു നമുക്കെല്ലാവർക്കും സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.